മലയാളക്കരയുടെ സവിശേഷമായ ആത്മീയ ഉത്കർഷത്തിന്റെ, വിശ്വാസത്തിന്റെ ഓരോ വർഷത്തെ അടയാളപ്പെടുത്തലാണ് മാരാമൺ കൺവെൻഷൻ. പവിത്രമായ പമ്പാ നദിയുടെ കരയിൽ വിശുദ്ധമായ വിശ്വാസത്തിന്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് മാരാമൺ ആദ്യമായി നടന്നത് 1895 പമ്പയെ പോലെ അനുസ്യൂതം ഒഴുകി 2025 മാരാമൺ കൺവെൻഷൻ 130 1,00,000 പേർക്കിരിക്കാവുന്ന ഓലപ്പന്തലിലാണ് മാരാമൺ കൺവെൻഷൻ. വചന കൂടാരത്തിൽ ജാതി മതഭേദമന്യേ വിശ്വാസികൾ ഒത്തുകൂടിയപ്പോൾ അത് ആഗോള സഭയായ മാർത്തോമാ സഭയുടെ കൃത്യനിഷ്ഠമായ വിശ്വാസ പ്രമാണങ്ങളുടെ മഹനീയത വിളിച്ചോതി.
ഫെബ്രുവരി മാസത്തെ കൊടും ചൂടിനെ വകവയ്ക്കാതെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ വചന കൂടാരത്തിലേക്ക് ഒഴുകിയെത്തി. വിശ്വമാനവികതയുടെ സന്ദേശം വിശ്വാസികളിലേക്ക്, മനസ്സിലേക്ക് പകർന്നേകി മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയാണ് 130ാമത് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 130ാമത് മാരാമൺ കൺവെൻഷൻ ദൈവകൃപയാൽ ഇന്നിവിടെ സമാരംഭിക്കുന്നു. കൺവെൻഷൻ ക്രമീകരണങ്ങളിൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ഏവരോടും ചേർന്ന് ഞാനും സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം നൽകുന്ന മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തെ സഭയുടെ പേരിൽ ഞാൻ ഈ അവസരം അഭിനന്ദിക്കുന്നു. വചനം സ്വീകരിക്കുന്നതിനും അത് 100 മേനി ഫലം കായ്ക്കുന്നതിന് ഒരുക്കപ്പെട്ട ഹൃദയനിലങ്ങളാണ് ഇന്നിൻ്റെ ആവശ്യം. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ അർപ്പിക്കാം. കേന്ദ്ര കേരള സർക്കാരുകളിൽ നിന്നും ലഭിച്ച സഹകരണത്തിന് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ ദിവസം അറിയിക്കുന്നു. രാജ്യ പുരോഗതിയുടെ എല്ലാ മേഖലകളിലും സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമായി മാർത്തോമ സഭയെ പുലർത്തുന്ന ദൈവത്തിന് ഞാൻ ഈ ദിവസം നന്ദി പറയുന്നു. പ്രാദേശിക തലത്തിലും ദേശീയ അന്തർദേശീയ തലങ്ങളിലും സഭൈക്യ പ്രസ്ഥാനങ്ങളോടും ഇതര മതവിശ്വാസധാരകളോടും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. സഭയെ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം. അഭിവന്ദ്യ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. WCC ജനറൽ സെക്രട്ടറി റവറൻഡ് പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളയാണ് മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയത്. ആത്മീയ സംഗമ ഭൂമിയാണ് പമ്പയുടെ തീരഭൂമി. ഓരോ ദിവസവും ഗാന ശുശ്രൂഷയോടെയാണ് കൺവെൻഷൻ നടന്നത്. സുപരിചിതമായ ഒരു ഗാനത്തിൻ്റെ 2 ചരണങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാടാം. വചന കേൾവിക്കായി ഒരുങ്ങുകയും ചെയ്യാം. 56 ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ട ക്രിസ്തു വിശ്വാസത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ് കൺവെൻഷനിൽ ഓരോ പ്രാർത്ഥനയും നടന്നത്. മാർത്തോമ സഭയുടെ മിഷണറി പ്രസ്ഥാനമായ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ചിട്ടയോടെ മാരാമൺ കൺവെൻഷൻ വിശ്വാസപൂർവ്വം നടന്നത്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ
മാരാമൻ കൺവെൻഷൻ ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരു കൺവെൻഷനാണ്. അതിൻ്റെ 130ാമത് വർഷമായിരുന്നു ഫെബ്രുവരി മാസം നടന്ന മാരാമൻ കൺവെൻഷൻ. ലോകപ്രസിദ്ധരായിട്ടുള്ള നേതാക്കളെ കൂടാതെ സഭയിലെ തിരുമേനിമാരും വിവിധ സഭകളെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്നതായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിട്ടാണ് മാരാമൻ കൺവെൻഷൻ നടക്കുന്നത്. ഈ വർഷം വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളയും കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ഡോക്ടർ വിക്ടർ അലോയും ഡൽഹിയിലെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ രാജ്കുമാർ രാമചന്ദ്രനും ഒക്കെയാണ് വിശിഷ്ട അതിഥികളായിട്ട് വന്നു ചേർന്നത്. കേരളത്തിലുള്ള സഭാ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് മറ്റ് നേതാക്കളും മെത്രാപ്പൊലീത്തമാരും മാരാമൻ കൺവെൻഷനിൽ സംബന്ധിച്ചിരുന്നു. ഈ അടുത്ത കാലത്തുള്ള ഒരു വിശേഷത, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന പ്രവിശ്യകളിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടി മാരാമൻ കൺവെൻഷനിലെ വൈകിട്ട് യോഗങ്ങൾ ക്രമീകരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നേരിട്ടും ഓൺലൈനായും ഈ വർഷത്തെ പ്രസംഗങ്ങൾ ധാരാളം ആളുകൾ കേട്ടിട്ടുണ്ട് എന്നത് പ്രസ്തവ്യമാണ്. അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ ലോകത്തിന് അനുഗ്രഹമായി തീരുവാൻ സർവശക്തനായുള്ള ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. യേശു നമുക്ക് ആരാണ് എന്ന ചോദ്യം ഓരോ വിശ്വാസിയിലും ഉടലെടുക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി നാം സ്വീകരിക്കുന്നു. സാക്ഷ്യപ്പെടുത്തലിലൂടെ ജീവിതം അടയാളപ്പെടുത്തുന്ന വേളയിലൂടെയാണ് ഈ ഒരു സാക്ഷ്യപ്പെടുത്തലിൻ്റെയും ആത്മീയതയുടെയും സമ്മേളിതമായ ഇടമായി തീർന്നു പമ്പാതീരത്തെ മാരാമൻ കൺവെൻഷൻ. ഇവിടെ പ്രകൃതിയും ആത്മീയതയും ചേർന്ന് നിൽക്കുന്നു. ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് തണലേകുന്ന ഓലപ്പന്തൽ പോലും പ്രകൃതിയുടെ ആത്മീയതയിൽ ചേർന്ന് നിന്നുകൊണ്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലേക്കും തുറന്നിരിക്കുന്ന പന്തൽ, എങ്ങു നിന്നും വിശ്വാസികൾക്ക് വന്നു ചേരാം എന്നതാണ് സാക്ഷ്യപ്പെടുത്തൽ. ഇത് കേരള സമൂഹത്തിൻ്റെ ഒരു സംസ്കാരം കൂടിയാണ്. എല്ലാവരും ഒന്നിച്ച് വരിക, ഒന്നിച്ച് കേൾക്കുക, വചനാനുസൃതം ജീവിക്കാനായിട്ട് വരിക, രൂപാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, രാജ്യത്തിനും ദേശത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നവരായിട്ട് വളരുക. എല്ലാവർക്കും വേണ്ടിയുള്ള പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. യേശു എന്ന രക്ഷകൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു, പുതിയ ജീവൻ തരുന്നു. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ നന്നായി ജീവിക്കണം, എല്ലാവർക്കും കൊള്ളാവുന്നവരായി നന്മ ചെയ്ത് ജീവിക്കണം. കൺവെൻഷനിൽ ഞാനും ഇപ്പോൾ 60ാമത്തെ വർഷത്തിലാണ് പങ്കെടുക്കുന്നത്. 15 വയസ്സ് മുതൽ എനിക്കും ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹകരമായ ഒരു പ്രചോദനമാണ്. ഈ ഇവിടെ വന്ന് ലഭിക്കുന്ന സ്വർഗീയ ദർശനങ്ങളും ആത്മനിർവൃതിയും അനുഭവിക്കാൻ സഹായിക്കുന്നു. ഇത് എല്ലാവർക്കും വേണ്ടിയ ഒരു കൺവെൻഷനാണ്. ദേശവും പുരോഗമിക്കുന്ന കൂട്ടത്തിൽ വിശ്വാസത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ പിടിച്ചു നിൽപ്പാൻ കൺവെൻഷൻ വിശ്വാസികളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കൺവെൻഷൻ മൂലം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ ദൈവത്തോടൊപ്പം നടക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം എന്ന ചിന്തയുമായാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ മാരാമൺ കൺവെൻഷനിൽ എത്തിയത്. അതിന് അവരെ പ്രാപ്തരാക്കുന്നതാണ് ഓരോ പ്രാർത്ഥനാ യോഗവും. ഈ മാരാമൺ കൺവെൻഷൻ മറ്റ് കൺവെൻഷനിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്നത് ഇതിനൊരു എക്യുമെനിക്കൽ നേച്ചറുണ്ട്. നടത്തുന്നത് മാർത്തോമാ സഭയാണെങ്കിലും നാനാ ജാതി മതസ്ഥരും ഇതിൽ വളരെ റെഗുലറായി വന്ന് സംബന്ധിക്കുന്നു എന്നത് സന്തോഷകരമാണ്. ഏറ്റവും അനുഗ്രഹീതമായ കൂടിവരയിലൂടെ ആത്മീയമായ വർദ്ധനവിൻ്റെ എക്സ്പ്രഷനാണ് സാമൂഹികമായ ജീവിതം. ദൈനംദിന ജീവിതത്തിലൂടെ പ്രകടമാക്കാത്ത ആത്മീയതയല്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നൊരിടമാണിത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ തിന്മകൾക്കെതിരെ പടപൊരുതുവാനും ആഹ്വാനം നൽകുവാനും ഒക്കെ ഈ യോഗങ്ങൾ എടുത്തുപയോഗിക്കാറുണ്ട്.
പലരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ തലമുറയിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും ഒക്കെ ഈ സ്റ്റേജിൽ നിന്നുള്ള ദൂതുകളാണ് മുഖാന്തരമായി ഭവിച്ചിട്ടുള്ളത്. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമാണ്. ദേശ അതിർത്തികൾ കടന്ന് മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വിശ്വാസികൾ പമ്പാ തീരത്തെത്തി. കർണാടകയിൽ നിന്നും 600-ലധികം ಆಳುಗಳಾണ് ಮಾರಾಮನ್ ಕನ್ವೆನ್ಷನಿൽ ಪಂಗೆಡುತ್ತದೆ. ಅವರು ತುಂಬ ಆಸೆ ಪಟ್ಟು ಇದನ್ನು ನೋಡಬೇಕು, ಪ್ರಸಂಗ ಕೇಳಬೇಕು ಅಂತ ಹೇಳಿ ತುಂಬ ಆಸೆ ಪಟ್ಟು ಅಷ್ಟು ದೂರದಿಂದ ಪ್ರಯಾಣ ಮಾಡಿ ಒಂದು ಬಸ್ ಮಾಡಿ ಬಂದಿದ್ದೀವಿ. ಈ ಒಂದು ಮಾರ್ತೋಮ ಸಭೆಯ ಈ ರೀತಿಯ ಒಂದು ದೊಡ್ಡ ಕನ್ವೆನ್ಷನ್ ನಡೆಯುವಾಗ ಒಂದು ಭಾಷಾ ಪರವಾಗಿ ಒಂದು ಮೀಟಿಂಗನ್ನು ಕೂಡ ನಡೆಸುವಂಥ ಒಂದು ಅವಕಾಶ ಕೊಟ್ಟಿರುವುದಕ್ಕಾಗಿ ಮಾರ್ತೋಮ ಸುವಾರ್ಥ ಸಂಘಕ್ಕೆ ಪ್ರತ್ಯೇಕವಾಗಿ ಧನ್ಯವಾದಗಳನ್ನು ತಿಳಿಸ್ತೇನೆ. ಈ ಒಂದು ಅವಕಾಶ ನಮಗೆ ಮಾಡಿಕೊಟ್ಟಂತಹ ಎಲ್ಲರಿಗೂ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. മണിപ്പൂരിൽ നിന്നും 14 പേർ മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുകയുണ്ടായി. This is our first time joining in this Maramon convention. I myself is biomedical engineering, and this is our first time joining in this Maramon, and the hospitality is so good. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന വിശ്വാസികൾ സുവിശേഷ മീറ്റിംഗുകളെ അർത്ഥവത്താക്കി. ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, മണിപ്പുരി തുടങ്ങി വൈവിധ്യമാർന്ന ഭാഷകൾ സംസാരിക്കുന്നവരുടെ സംഗമം. मेरा नाम आशीष कुमार विश्वकर्मा है. मैं मध्य प्रदेश के शहडोल क्षेत्र में प्रचारक के रूप में काम करता हूँ. वहाँ से छत्तीसगढ़ से और मध्य प्रदेश से 30 विश्वासियों को लेके आए हैं. पहले यहाँ पर केवल मलयालम में ही आत्मिक उन्नति के लिए होता था. ये एशिया का मसीही सबसे बड़ा सम्मेलन है. यहाँ पर बुधवार के लिए स्पेशल हिंदी वालों के लिए हिंदी भाषा में प्रचार होता है. यह आत्मिक उन्नति का बहुत बड़ा कारण है. यहाँ पर हमारे केरल में सभी विभिन्न भाषाओं के लिए मार्थोमा सभा स्पेशल अपना सहयोग प्रदान कर रहे हैं. దేవుని పరిశుద్ధ నామానికి మహిమ కలుగుగాక. ఈ యొక్క దినమున మార్తోమా సంఘం ద్వారా ఈ యొక్క సేవా పరిచర్య జరుగుతుండగా మరొకసారి ఇక 130వ సంవత్సరం మారామన్ కన్వెన్షన్లో ఆంధ్రప్రదేశ్, తెలంగాణ ప్రాంతం నుండి 130 మంది ఈ యొక్క మారామన్ కన్వెన్షన్లో రావడానికి దేవుడు చేసినటువంటి అన్ని మేలుల కొరకై దేవుని స్తుతిస్తూ ఉంటున్నాను. നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഐക്യം അനിവാര്യമാണ്. പങ്കിടൽ, സാക്ഷ്യം എന്നിവ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാകണം. ദൈവിക മൂല്യങ്ങൾ വിശ്വാസികളിലൂടെ ലോകം അറിയണം. ഇത്തരം സന്ദേശങ്ങൾ ലോകത്തിന് പകർന്നേകുന്ന മാരാമൺ കൺവെൻഷനിൽ ഭാഷയോ ദേശമോ മനുഷ്യനെ വേർതിരിക്കുന്നില്ല. സ്വർഗരാജ്യത്തിന് യോജിച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. തമിഴ്നാട്ടിൽ നിന്നും ഒട്ടേറെ വിശ്വാസികൾ വചന കൂടാരത്തിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. நாங்கள் தமிழ்நாட்டிலிருந்து பல இடங்களிலிருந்து வெள்ளிக்கிழமை அன்று இந்த மார்த்தோமா திருச்சபையில் 500க்கும் அதிகமான நபர்கள் பங்கெடுக்கும்படியாக தேவன் உதவி செய்தார். எங்களுக்கு மிகவும் சந்தோஷமாக இருக்கிறது. உலக புகழ் பெற்றதாய இந்த மாராமன் ஜெப கூட்டத்திலே எங்களுக்கும் எல்லாரும் குடும்பமாக வந்து கலந்து கொள்ளும்படியாக உதவி செய்தார். எனவே இந்த மார்த்தோமா திருச்சபையின் மூலமாக நாங்கள் அனுபவித்ததாய சந்தோஷம் இன்னும் அதிகமாக இருக்கிறது. ഈ കൺവെൻഷൻ ഈ നാളുകളിൽ മറ്റ് ഭാഷകളിലൂടെ കൺവെൻഷൻ്റെ യോഗങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുന്നു. ബുധൻ ദിവസം മറാഠി, ഹിന്ദി മേഖലയിലുള്ള വിശ്വാസികളെ പങ്കെടുപ്പിക്കുന്നു. വ്യാഴാഴ്ച തെലുങ്ക് ദേശത്തുള്ള മാർത്തോമ വിശ്വാസികൾ വന്ന് പങ്കെടുക്കുന്നു. വെള്ളിയാഴ്ച തമിഴ്നാട്ടിലുള്ള വിശ്വാസികൾ സംബന്ധിച്ചു. ശനിയാഴ്ച കന്നഡ ദേശത്തിലുള്ള വിശ്വാസികൾ പങ്കെടുക്കുന്നു. ഈ കൺവെൻഷൻ ഈ സമൂഹത്തിന് ഒത്തിരി നവോത്ഥാനം, ഒത്തിരി മാറ്റം വരുത്തിയ ഒരു കൺവെൻഷനാണ്. അതുകൊണ്ട് പഴമ നിലനിർത്തിക്കൊണ്ട് ഈ കൺവെൻഷൻ ഇന്നും തുടരുന്നു. മാരാമൺ കൺവെൻഷനിൽ മാർത്തോമ ലഹരി വിമോചന സമിതി തയ്യാറാക്കിയ എക്സിബിഷൻ ശ്രദ്ധേയമായിരുന്നു. സാമൂഹികമായ തിന്മകൾക്ക് വഴിയൊരുക്കുന്നതാണ് വിവിധങ്ങളായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. സാമൂഹിക തിന്മകൾക്ക് അനുരൂപപ്പെടാതെ മാറ്റത്തിന്റെ ചാലക ശക്തിയായി നാം മാറണം എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു എക്സിബിഷൻ. മാനസിക ആരോഗ്യവും കുടുംബ അന്തരീക്ഷവും ഏറ്റവും ഹൃദ്യമായിരിക്കണം.
ഇത് മർത്തോമാ സഭ ലഹരി വിമോചന സമിതിയുടെ മാരാമണുള്ളൊരു എക്സിബിഷൻ സ്റ്റോളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മർത്തോമാ സഭയിൽ ഏകദേശം 10 സ്ഥാപനങ്ങൾ ലഹരി വിമോചന 10 സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്രകാരമുള്ള എക്സിബിഷൻ സ്റ്റോൾ നടത്തപ്പെടുന്നത്. മാരാമൺ കൺവെൻഷന്റെ പഴയകാല ഫോട്ടോകൾ പ്രദർശിപ്പിച്ച പ്രദർശന ഹാളിലെ ഫോട്ടോകൾ ശ്രദ്ധേയമായിരുന്നു. മാർത്തോമാ സഭയുടെ മിഷണറി പ്രസ്ഥാനമായ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 130ാമത് മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് മിഷണറി എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിലായി പടർന്നു കിടക്കുന്ന സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെയും മിഷൻ ഫീൽഡുകളെയും പരിചയപ്പെടുത്തുന്ന മിഷൻ എക്സിബിഷനാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 2500ഓളം ഗ്രാമങ്ങളിൽ 65ഓളം മിഷൻ സെൻ്ററുകളായി 68ഓളം മിഷണറി അച്ഛന്മാരും 192 സുവിശേഷകരും അനുബന്ധ പ്രവർത്തകരും ഭാരത സുവിശേഷീകരണത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിനും മാർത്തോമാ സഭയ്ക്കും അഭിമാനിക്കാവുന്ന വസ്തുതയാണ്. വചന കൂടാരത്തിലെ സ്തോത്ര കാഴ്ച ആദ്യത്തെ ഞായറാഴ്ചയും തുടർന്ന് വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിലും നടന്നു. കൺവെൻഷൻ സെന്ററിന് പുറത്ത് രൂപപ്പെടുത്തിയ പ്രാർത്ഥനാലയത്തിൽ പ്രാർത്ഥിച്ച വിശ്വാസികൾ അവരുടെ സങ്കടങ്ങൾ ഏറ്റുപറഞ്ഞു. ക്രിസ്തു നീതിയായി തീരുമ്പോൾ വിശ്വാസത്തിൽ വിളിക്കപ്പെട്ട ഓരോ വിശ്വാസിക്കും വ്യത്യസ്ത മാനങ്ങളിൽ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ സാധിക്കുന്നു. വിശ്വാസം എന്നത് നിരന്തരം ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാനുള്ള മനസ്സാണ്. കണ്ണുനീരും വേദനയും തീർന്നു പോയിടും.
Imagine.